ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് ഓൺ വേൾഡ്. ഇന്ന് നല്ല ഞണ്ട് വറുത്തരച്ച കറിയാണേ. വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിലാണ് ഞാൻ ഇന്ന് ഫിഷ് മേടിക്കാൻ പോയത്. അപ്പോൾ നല്ല ഫ്രഷ് ഞണ്ട് ഉണ്ടായിരുന്നു അവിടെ. എന്നാൽ പിന്നെ ഇന്ന് ഞണ്ട് കറി ആവാമെന്ന് കരുതി. ചെറുതായിട്ട് ജീവനുണ്ടായിരുന്നേ ഞണ്ടിന്. പക്ഷേങ്കിൽ അവരെനിക്കത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തന്നു. കല്ലുപ്പും വിനാഗിരിയും മഞ്ഞളും ചേർത്ത് ഞാൻ നന്നായി ഞണ്ട് കഴുകി വെച്ചേ. കറിയാക്കാൻ വേണ്ടി പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു, പിന്നെ മുളകും കറിവേപ്പിലയും ചേർത്തേ. എന്നിട്ട് അതിലോട്ട് അരിഞ്ഞു വെച്ച സവാള ചേർക്കാം. കറിക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും കൂടി ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. സവാള നന്നായി ഫ്രൈ ആക്കി എടുക്കുക, ഒരു ഗോൾഡൻ കളർ ഏകദേശം ആവുന്നവരെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിനെ. ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ചേർത്ത് നന്നായി ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒരു പച്ചമണം മാറുന്ന വരെ നന്നായി മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്ത ശേഷം ക്ലീൻ ചെയ്ത് വെച്ച ഞണ്ട് കൂടി ചേർത്ത് കൊടുക്കുക. ഞണ്ടും നമ്മുടെ സവാളയും എല്ലാം കൂടി നന്നായി ഫ്രൈ ചെയ്ത് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. ഇനി നമുക്ക് കറിക്ക് വേണ്ടുന്ന തേങ്ങ വറുത്തരക്കാം. വെളിച്ചെണ്ണയിലേക്ക് ഒരു 5-6 മുളകും പിന്നെ കുറച്ച് മല്ലിയാണ് ഞാൻ ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുത്തത്. 4 സ്പൂൺ മല്ലിയാണ് ചേർത്തത്. മുളകൊന്ന് ഞാൻ കഷ്ണങ്ങളാക്കുന്നുണ്ട് നന്നായി ഫ്രൈ ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ അതിലോട്ട് ഒരു കുഞ്ഞു സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തു. മല്ലിയും മുളകും കുരുമുളകും നന്നായി ഫ്രൈ ആയ ശേഷം നമുക്കതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവാൻ വേണ്ടിയിട്ട് കുറച്ച് മടിയുള്ളത് കൊണ്ട് ഞാൻ തേങ്ങ പൂളിയിട്ട് മിക്സിയിൽ പൊടിച്ചതാണ്. എന്നിട്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ കളർ ആക്കാം. എന്നിട്ടതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക, വെള്ളം ചേർക്കാതെ. അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഞണ്ടിലോട്ടിട്ട് നന്നായി ഞണ്ട് മിക്സ് ചെയ്ത് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള മസാലയിലേക്ക് വെള്ളവും കൂടി ചേർത്ത് നന്നായി അരച്ച് അതും കൂടി ഞണ്ടിലോട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കറി നല്ലവണ്ണം തിളക്കാൻ വെക്കാം. ഉപ്പും കൂടി പാകത്തിനുണ്ടോ എന്ന് നോക്കി കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് നന്നായി തിളച്ചൊന്ന് കുറുകി വരാൻ വേണ്ടി കാത്തിരിക്കാം. ഞാനതിലോട്ട് 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിനെ. കറി നല്ലവണ്ണം തിളച്ചൊന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മളെ ഞണ്ട് നന്നായി വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല സൂപ്പർ ഞണ്ട് കറി റെഡിയായി. നല്ല വറുത്തരച്ച കറിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കണേ ഇതുപോലെ. നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോസ് വീണ്ടും നോക്കണേ. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.